ഹലോ ഗായ്സ്, വെൽക്കം ടു സോൾ ഇൻ ബ്ലൂം. ഇന്ന് നമുക്ക് കലോത്സവ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് ഒപ്പനയാണ് കേട്ടോ ആ പരിപാടി. ഞാൻ രാവിലെ തന്നെ എണ്ണിച്ചു, പിന്നെ ബ്രഷൊക്കെ ചെയ്തു, തലമുടിയിലെ ജട അറുത്തിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒപ്പനയൊക്കെ പ്രാക്ടീസ് ചെയ്തു, നല്ലോണം പ്രാക്ടീസ് ചെയ്തു കേട്ടോ. പിന്നെ വലുതായിട്ട് സ്ട്രെയിൻ എടുത്തില്ല, കാരണം ഒന്നാണ് പരിപാടി, ഇന്ന് വലുതായിട്ട് സ്ട്രെയിൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് ക്വിസ് പഠിച്ചു. അതിന് ശേഷം ഇടിയപ്പവും ഉള്ളിക്കറിയും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു മഞ്ഞ ക്രോപ്പ് ടോപ്പും ഒരു ജീൻസ് പാൻറ്റും ആയിരുന്നു ഞാൻ പിന്നിട്ടത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിനോട് ബായൊക്കെ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഒപ്പനയ്ക്കുള്ള ലിയ എന്ന് പറയുന്നൊരു കുട്ടിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു മേക്കപ്പ്. അവിടെ ചെന്നപ്പം പാട്ടുകാർ നമ്മുടെ പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ ഒരു മാഗിയൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ ഈ പൂച്ചയുടെ പേര് ജിമ്മുകുട്ടൻ എന്നാട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. അവിടെ തന്നെ വേറൊരു പൂച്ചയും ഉണ്ട്. ഇത് എൻ്റെ കൂട്ടുകാരി, നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിലൊക്കെ അറിയാം, അവളും ഒരു വ്ളോഗറാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊലുസൊക്കെ ഇട്ട് എൻ്റെ മുടിയൊക്കെ കെട്ടി. ഞാൻ ഫിദയെ പോയി നോക്കിയപ്പോൾ ഫിദയും മുടിയൊക്കെ കെട്ടുമായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെയാണ് നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കിയത്. എന്നെ കാണിച്ചില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് പോയ ആളാണ് ദിയ, എൻ്റെ കൂട്ടുകാരി തന്നെ കേട്ടോ. പിന്നെ മലാല, നമ്മുടെ മണവാട്ടി ഇവിടെ മേക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഷെഫ് ലിയയും അവണിയും കൂടെ നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മളെല്ലാവരും കൂടെ വട്ടത്തിരുന്ന് മാഗിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടി അവിടെ പ്രാക്ടീസൊക്കെ നടക്കുമായിരുന്നു. എല്ലാവരും കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്തു. പിന്നെ നമ്മുടെ മണവാട്ടിയുടെ അമ്മ ആ ജിംബൂട്ടന് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആൾമാർ നിങ്ങൾക്ക് ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നിങ്ങളും തിരിച്ച് 2-3 ഹായ് ഹലോ ഒക്കെ പറയണേ. പിന്നെ നമ്മൾ എന്തോ ചെയ്ത്, ഞാൻ മേക്കപ്പ് ചെയ്യാൻ കയറിയിരുന്നു. എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചെയ്തു. ഗൈസ്, എന്നിട്ട് മേക്കപ്പൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇടാൻ പോയി. ഇതാണ് ഗൈസ് നമ്മുടെ ഡ്രസ്സ്, ഓർണമെൻറ്റ്സും എല്ലാം. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് അപ്പോഴേ നമ്മൾ ഇറങ്ങി. ഇതാണ് കേട്ടോ നമ്മളെ മേക്കപ്പ് ചെയ്ത സാറ്. പിന്നെ ഇപ്പം കാണിക്കുന്നത് എൻ്റെ സ്കൂളാണ്. ഗായ്സ്, നല്ല സ്കൂളാണ്. ടീച്ചർമാരുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം പറയേണ്ട തന്നെയാണ്, നല്ല ഒരു സ്കൂളാണ്. അതിനുശേഷം നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്ന വഴി പിന്നെ നമ്മുടെ പടക്കളത്തിലേക്ക് എത്തി ഗായ്സ്. അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഫോണും ചെയ്തങ്ങ് തറയിൽ പോയി. എന്നാൽ നമ്മൾ റിക്കവർ ചെയ്ത് വന്നു. അതിനുശേഷം കുറേ കൂട്ടുകാരികളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ഒത്തില്ല അങ്ങോട്ട്. പിന്നെ അവരൊക്കെ വന്നു, നമ്മൾ ഒപ്പനയ്ക്ക് ഇറങ്ങി. നമ്മുടെ ഒപ്പനയുടെ കുറച്ച് ഭാഗമാണ് ഗായ്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ നല്ല കണക്ക് മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും മാക്സിമം എഫേർട്ട് ഇട്ടാണ് കളിച്ചത്. പിന്നെ റിസൾട്ട് അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടു അതിനല്ലേ കാര്യം. അങ്ങനെ നമ്മൾ കളിച്ചിറങ്ങി ഗായ്സ്. എത്ര മാസം കൊണ്ടുള്ള പ്രാക്ടീസ് എന്നറിയോ ഗായ്സ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. വേറെ നമ്മൾ പിന്നെ ഇരുന്ന് ഒപ്പന കണ്ടു. ഇതൊക്കെ കണ്ടപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചു നമുക്കൊരു എ ഗ്രേഡൊക്കെ കിട്ടത്തുള്ളൂ എന്ന്. നല്ല ഒപ്പനയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഒരു ബൺ മസ്ക് വാങ്ങിച്ചു കഴിച്ചു ഗൈസ്. അങ്ങനെ അച്ഛ എല്ലാവർക്കും പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാനും കഴിച്ചു, ബൺ മസ്കൊക്കെ കഴിച്ചു. അവിടെ നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നപ്പം ബാക്കിലോട്ട് വന്ന് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറകെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു ഗൈസ്. ആ നിമിഷങ്ങളൊക്കെ ഭയങ്കര ഒരു ഡേയ്സായിരുന്നു അതൊക്കെ. പിന്നെ ഞാനും അമ്മും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞാനും അമ്മുവും അഹല്യയും നമ്മളെല്ലാവരും കൂടെ എൻ്റെ അച്ഛൻ്റെ ഹോട്ടലിലാണ് വന്നത്. അങ്ങനെ നമ്മൾ ഈസ്റ്റ് സ്കൂളിനൊരു ബായൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ച് നമ്മുടെ പടക്കളത്തിൽ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ തിരിച്ചെത്തി ഗൈസ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെ ഒപ്പമൊക്കെ. പിന്നെ നമ്മൾ ഹോട്ടൽ അൽമുബാറക്കിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനൊന്ന് കുളിച്ചു, കിടന്നുറങ്ങി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും.